ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ കണ്ടന്റുകൾ ഇങ്ങനെ അന്വേഷിച്ചു, ഒരു കണ്ടന്റും കിട്ടുന്നില്ല. ഇങ്ങനെ അന്വേഷിച്ച് പോയി എനിക്ക് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടി. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ആ കണ്ടന്റാണ് പ്രോഡക്റ്റ് റിവ്യൂ. അപ്പോൾ ആ കണ്ടന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകതയൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്ന നല്ലൊരു കണ്ടന്റ് ആണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിൽ ആ കണ്ടന്റ് റിവ്യൂ ചെയ്ത് തരും. എടാ ഗോപി മഞ്ചൂരിയന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. എല്ലാരും 2 ആഴ്ച, ഒരാഴ്ച, ഒരു മാസമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അൺബോക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് റിവ്യൂ പറഞ്ഞു തരുന്നത്. പക്ഷെ ഞാൻ റിവ്യൂ പറയുന്നത് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഞാൻ ആ പ്രോഡക്റ്റ് 2-3 വർഷം ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ളൊരു ഇത് കിട്ടും. അതൊന്നും എനിക്ക് പറഞ്ഞു തരാതെ നിങ്ങൾ ആലോചിച്ചെടുക്കുക. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പൊ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നോക്കിയയുടെ HMD ഫോണാണ്. ഇതാണ് സൂപ്പർ ഫോണാണ്. ഞാൻ ഒരു 1.5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പൊളപ്പം ഫോണാണ്. ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഇങ്ങനെയാണ് കൈസ് ഫോണാണ്, കണ്ടല്ലോ. സൂപ്പർ അല്ലേ, പൊളപ്പം ഫോണാണ്. എൻ്റെ ഡിസൈനൊക്കെ കണ്ടു, ഞാൻ ഷേപ്പിന് വരും. എൻ്റെ ക്യാമറയൊക്കെ സൂപ്പർ ഫോണാണ്, ഒരു രക്ഷയും. ഫോണായി ഇതാണ് സാധനം, സൂപ്പർ ഫോണാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്. ഞാൻ കാണിച്ചു തരാം. ഹായ്, കണ്ടില്ലേ, സൂപ്പർ ക്യാമറ, പക്ക ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പാമ്പൊക്കെ ആപ്പിൾ നിൽക്കുന്ന ആ ഗെയിമൊക്കെ സൂപ്പറാണ്. കളിക്കണമായിരുന്നു, സൂപ്പർ ഗെയിമാണ്. ഗെയിമുണ്ട് ഗൈസ്, സൂപ്പർ ഗെയിമിങ്. ഇങ്ങനെ 2 3 വേണ്ട, സാരില്ല. സാറുണ്ട്, ഞാനിപ്പോ ശരിയാക്കി. കാണുന്നു അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിറയെ ആപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് SD കാർഡൊക്കെ ഇട്ടു കാണിച്ചു തരാം. എൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. അല്ല, സൂപ്പറായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ഫോട്ടോ, ബിഗ് സ്ക്രീനാണ്, ബിഗ് സ്ക്രീൻ. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിയയുടെ HMD ഫോണാണ്. ഞാൻ പ്രൊമോഷൻ ചെയ്യണം, സൂപ്പർ ഫോണാണ്, ഇങ്ങനെ ഉപയോഗിക്കണം, വീടിലാണ് വേറെ ലെവൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് 2 സിം ഇടാം, 2 സിം, ഡബിൾ സിം. 2 സിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിം ഫസ്റ്റ് സ്ലോട്ടിലൂടെ, സെക്കൻഡ് സിം സെക്കൻഡ് സ്ലോട്ടിലൂടെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ SD കാർഡിന് പ്രത്യേക ഒരു സ്ലോട്ട്. എന്തായാലും ഭയങ്കര സംഭവങ്ങളാണ്. ഡാറ്റ സമയം കണ്ട പട്ടിയാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇറങ്ങിവിടെ നിൽക്കും. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയണത് സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് പിന്നെ 2.0 ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ്, 2.0 ആണ്. 5 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. കണ്ടിട്ടുള്ളൂ, സൂപ്പർ ഡിസ്പ്ലേ, ബിഗ് സ്ക്രീൻ. പിന്നെ ഇതിൻ്റെ അകത്തൊരു ടോർച്ച് ലൈറ്റ് ഉണ്ട്, LED ടോർച്ച്. ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഒരു LED ടോർച്ച് ഉണ്ട്, സൂപ്പർ എന്നത്. കണ്ട, രാത്രി കറണ്ടൊക്കെ പോണെങ്കിൽ ഇങ്ങനെ അടിക്കുക, സൂപ്പർ. വീട്ടത്തൊക്കെ ഇങ്ങനെ തിളങ്ങി ഫോൺ, ആൾക്കാരൊക്കെ ഇങ്ങനെ അട്രാക്ട്, അങ്ങനത്തെ ഫോണാണ്. വിൻറ്റേജ് സ്റ്റൈൽ, സൂപ്പറാണ്. ഇങ്ങനെ ഓഫായി. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലാർജ് ആയതുകൊണ്ട് തന്നെ ഈസി ടു യൂസ് ആണ്, ഭയങ്കര ഈസിയാണ്. ഇത്
കീപാഡൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഇതാണ്. പക്ഷെ സൂപ്പർ ഫോണാണ്, നല്ല ഫോൺ. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്. എത്ര വരെ ബാറ്ററി എന്നറിയാം? 1000 mAh. 1000 mAh. 1000 mAh ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ് ഇതിൻ്റെ. കണ്ടാ തോന്നുന്നു സൂപ്പർ അല്ലേ? അതാണ് ഇതിൻ്റെ അടുത്ത പ്രത്യേകത. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതൊരു 2G ഫോണാണ്. 2G ഫോണായതുകൊണ്ട് തന്നെ നമുക്ക് 5G സിമ്മും 4G സിമ്മൊക്കെ ഉപയോഗിക്കാം. അത് 2Gയിലോട്ട് കൺവേർട്ട് ആവും. നിങ്ങളിൽ 2G സിം ഇല്ലെങ്കിൽ വീട്ടിൽ അമ്മമ്മമാർക്ക് അവർക്കൊക്കെ മാറ്റി കൊടുക്കുക. ഈ ഫോൺ സൂപ്പറാണ്, പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ. ഒരു വിൻറ്റേജ് മോഡലിൽ ഈ ട്രെൻഡിങ് വരാൻ പോണ ഫോണാണ്, വീടിലെ ഫോണാണ്. ഒരു രക്ഷയില്ല. IP52 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ FM റേഡിയോ ഉണ്ട്, റെക്കോർഡർ ഉണ്ട്, MP3 പ്ലെയർ ഉണ്ട്. പാട്ടൊക്കെ സൂപ്പറാണ്. ഞാൻ കേട്ടിട്ടില്ല. കുഴപ്പം പാട്ട് കേട്ടിട്ട് ഇത്രയൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. മുകളിലും താഴെയൊക്കെ ഏതൊക്കെ സൈറ്റ് 10-15 ഉണ്ട്. അല്ല നിങ്ങള് കേൾക്കാമെന്ന് വിചാരിക്കും. സൂപ്പർ സ്പീക്കറാണ്, വീടിലും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബാർസലോണയുടെ ഫോണാണ്. ബാർസലോണ മെസ്സി ഫാൻസിനൊക്കെ പറ്റിയ ഫോണാണ്. മെസ്സി ഫാൻസ് മാത്രമല്ല, റൊണാൾഡോ എല്ലാവരും മാച്ചോ സൂപ്പർ ഫോണാണ്. അങ്ങനെ മെസ്സി ഫാൻസ് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള റൊണാൾഡോ ഫാൻസോ നെയ്മർ ഫാൻസോ എല്ലാവർക്കും സൂപ്പർ ഫോണാണ്. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ എന്ന് പറയുന്നതാണ് ബാർസലോണ. ബാർസലോണയുടെ ഒഫീഷ്യൽ പാർട്ട്ണർ കണ്ടില്ലേ, വീടിലും സൂപ്പർ ഫോൺ. ഡ്യുവൽ സിം, 1 ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട്. 1 ഇയർ വാറണ്ടി ഒക്കെ കണ്ടോ. ഇപ്പോൾ 1.5 വർഷമായി, എനിക്കിതുവരെ ഒരു കുഴപ്പവും ഫീൽ ചെയ്തിട്ടില്ല. സൂപ്പർ ഫോൺ. പിന്നെ അടുത്തതാണ് കിടിലൊരു പ്രത്യേകത. അടുത്ത സൂപ്പറാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഗൂഗിൾ പേ ഉണ്ട് ഗൈസ്. ഗൂഗിൾ പേ, GS പേ ഉണ്ട് ഗൈസ്. GS പേ കണ്ടിട്ടുണ്ടാകും, അത് കാണിച്ചു തരാം. നമുക്ക് പൈസ വരെ സെൻഡ് ചെയ്യും ഒരു 2G ഫോണിൽ. പൈസ ഇങ്ങനെ സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്യാം, സ്കാൻ ചെയ്യാൻ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നെറ്റൊന്നും വേണ്ട, അതാണ്. നെറ്റ് നിങ്ങൾ ഏതെങ്കിലും സിമ്മിൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൂപ്പറാണ്. റീചാർജ്, സാധാ റീചാർജ് മാത്രം പൈസ സെൻഡ് ചെയ്യും. അങ്ങനെ കുറേ പ്രത്യേകതകൾ അങ്ങനെയുണ്ട് ഈ ഫോണിന്. സൂപ്പർ ഫോണാണ്. പ്രൊമോട്ട് ചെയ്യണല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രൊമോട്ട് ചെയ്യണല്ല. നല്ല ഫോൺ, ഞാൻ ഉപയോഗിച്ച് ഇത് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ കാര്യം അതെനിക്കത് അറിഞ്ഞില്ല. ഇത് സൂപ്പർ ഫോണാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, ഉപയോഗിച്ചിട്ട് റിവ്യൂ ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ കുറേ തെറ്റുകളൊക്കെ ഞാൻ സംസാരിച്ചതിൽ കാണും, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക. അടുത്ത പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.